അപ്പനെന്റെ കൂടെയുള്ളതാ, ഞാൻ വീഴുകില്ല. അപ്പനെന്നെ താങ്ങി നടന്നതാ, ഞാൻ തളരുകില്ല. ഇന്ന് ആഗോള കത്തോലിക്ക സഭ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശു പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശരീരം വെണ്മയുള്ളതായിട്ട് മാറുന്നു. അപ്പോൾ ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവൻ. ആദ്യമൊന്നല്ലോ ഈ സ്വരമുണ്ടാകുന്നത്, ഇതിനു മുമ്പും ഇങ്ങനൊരു സ്വരം കേട്ടിട്ടുണ്ട്. അത് ജ്ഞാനസ്നാനത്തിൻ്റെ വേളയിലാണ്. ജ്ഞാനസ്നാനത്തിൽ വെള്ളത്തിലേക്ക് പൊങ്ങി വരുമ്പോൾ സ്വർഗം തുറന്നു, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ആ വാക്ക് കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവാൻ. രണ്ടിന് വ്യത്യാസം എന്താണ്? ആദ്യത്തെ ഈ സ്വരം ഉണ്ടായപ്പോൾ അത് പേഴ്സണലാണ്, യേശുവിനോട് പറഞ്ഞതാണ്, യേശുവിനോട് മാത്രമുള്ളൊരു അറ്റസ്റ്റേഷനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ സ്വർഗത്തിൻ്റെ വാക്കിൽ അത് കൂടെ ഉള്ളവർക്കുള്ള ഒരു അറിയിപ്പാണ്, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുക. കാരണം എന്താ? ഇവൻ എൻ്റെ മകനാണ്, എൻ്റെ പ്രിയപ്പെട്ടവനാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും യേശു പ്രൂവ് ചെയ്ത് ഒരപ്പൻ്റെ മകൻ എന്നുള്ള രീതിയിലാണ്. വളരെ മനോഹരമായിട്ട് ആ പദ്ധതി ഇങ്ങനെ കൃത്യമായിട്ട് നിർവഹിച്ച് പോയപ്പോൾ സ്വർഗത്തിന് ഇങ്ങനൊരു വാക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മകനാണ്. എന്ത് അഭിമാനത്തോടെയാണ് സ്വർഗം ഈ വാക്ക് പറയുന്നതല്ലേ. ഭൂമിയിലൊരു മകൻ പിതാവിൻ്റെ ഇഷ്ടം അണുവിടാതെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഭിമാനത്തോടെ പിതാവ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകനാണത്. കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. കാര്യം എത്ര അപ്പന്മാർക്കാണ് മക്കളെ ഓർത്ത് എത്ര അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത്, എൻ്റെ മകനാണെന്ന്. പ്രിയമുള്ളവരെയും നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ ഒരപ്പൻ്റെ മകനാണ്. നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കണം എന്നറിയോ? നമ്മളുടെ അപ്പനായിരിക്കണം. നമ്മുടെ അപ്പൻ കടന്നുപോയ ജീവിതാനുഭവങ്ങൾ, കഷ്ടപ്പാടുകൾ, അധ്വാനം, പ്രാർത്ഥന, ഇതൊക്കെ നമുക്കൊരു വെല്ലുവിളിയായിരിക്കണം. എൻ്റെ അപ്പനൊപ്പം എനിക്കാകാൻ പറ്റുന്നുണ്ടോ? എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനാ ജീവിതവും, എൻ്റെ അപ്പൻ്റെ വിശ്വാസവും, എൻ്റെ അപ്പൻ്റെ കഠിന അധ്വാനവും, എൻ്റെ അപ്പൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ സമീപനവും, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും എൻ്റെ അപ്പൻ എനിക്കൊരു മാതൃകയായിരുന്നു, അപ്പനെപ്പോലെ എനിക്കും ആകണമെന്ന് എന്നെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓർക്കണം, ക്രിസ്തു അങ്ങനൊരു മകനായിരുന്നു. അപ്പനെ എല്ലായിടത്തും ഉയർത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പനെ ഒരിടത്തും കുറച്ച് പറയാതെ അപ്പനെ വളരെ മനോഹരമായി ഈ ഭൂമിയിൽ പ്രസൻറ്റ് ചെയ്ത് ക്രിസ്തുവാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ അപ്പനെ ഈ ഭൂമിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അതെങ്ങനെയാണ്? നമ്മളുടെ ജീവിതം കൊണ്ട്. ഓരോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോഴും എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നും ഏത് രീതിയിലാണ് നമ്മൾ കാണുന്നതെന്നും ഒക്കെ അപ്പൻ്റെ ഗുണം വെച്ചിട്ടാണ്. അങ്ങനെ അപ്പൻ്റെ ഇഷ്ടങ്ങളും അപ്പൻ്റെ ജീവിതവും അതേപടി പകർത്തുന്ന മക്കളാകുമ്പോൾ നമ്മുടെ അപ്പനും പറയും, എൻ്റെ പ്രിയപ്പെട്ട മകനാണിത്. ഇതൊരു സാധ്യതയാണ്. സ്വർഗം തുറന്ന് ഒരപ്പൻ മകനെ നോക്കി എൻ്റെ പ്രിയപ്പെട്ട മകനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അപ്പനും നമ്മളെ നോക്കി പറയണം, എൻ്റെ പ്രിയപ്പെട്ട മകനാണിത്, എൻ്റെ പ്രിയപ്പെട്ട മകളാണിത്. അങ്ങനെ പറയാൻ തക്ക വിധത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പോകും വഴികളെല്ലാം പ്രതികൂലമേറിയാലും ശത്രുക്കൾ പെരുകിയാലും കഷ്ടങ്ങൾ നേരിട്ടാലും ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടുവാൻ ഞാനേകനല്ല. എന്നെ സ്നേഹിക്കും അപ്പനുണ്ട്, പ്രത്യാശ മദീനിയേ. അപ്പനെന്റെ കൂടെയുള്ളതാ, ഞാൻ വീഴുകില്ല. അപ്പനെന്നെ താങ്ങി നടന്നതാ, ഞാൻ തളരുകില്ല. അപ്പനെന്റെ കൂടെയുള്ളതാ, ഞാൻ വീഴുകില്ല. അപ്പനെന്നെ താങ്ങി നടന്നതാ, ഞാൻ തളരുകില്ല. സ്നേഹം കാണാതെ
ഞാൻ മറന്നാലും എന്നെ മറക്കാത്ത സ്നേഹിതൻ, എന്റെ കുറവുകൾ അറിയുന്ന നിത്യനായകൻ. ഞാൻ മറന്നാലും എന്നെ മറക്കാത്ത സ്നേഹിതൻ, എന്റെ കുറവുകൾ അറിയുന്ന നിത്യനായകൻ. എന്നെ ലാളിക്കും താരനുണ്ട്, ഒരു നാളും കൈവിടില്ല. അപ്പനെന്റെ കൂടെയുള്ളതാൽ ഞാൻ വീഴുകില്ല, അപ്പനെന്നെ താങ്ങി നടന്നതാൽ ഞാൻ തളരുകില്ല. അപ്പനെന്റെ കൂടെയുള്ളതാൽ ഞാൻ വീഴുകില്ല, അപ്പനെന്നെ താങ്ങി നടന്നതാൽ ഞാൻ തളരുകില്ല. ദുഃഖത്തിൽ വീണിടുമ്പോൾ അപ്പനെ ഓർത്തിടണേ, ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ പിതാവിൽ സമർപ്പിക്കണേ. എന്നെ എല്ലാ നാളും ചേർത്തിടുന്ന സ്നേഹദായകൻ, എന്നെ കണ്ണിൻമണി പോൽ കാത്തിടുന്ന പ്രാണനായകൻ, എന്നെ എല്ലാ നാളും ചേർത്തിടുന്ന സ്നേഹദായകൻ, എന്നെ കണ്ണിൻമണി പോൽ കാത്തിടുന്ന പ്രാണനായകൻ. എന്നെ നടത്തും തിരുഹിതത്താൽ ആ സ്നേഹം മാറുകില്ല. അപ്പനെന്റെ കൂടെയുള്ളതാൽ ഞാൻ വീഴുകില്ല, അപ്പനെന്നെ താങ്ങി നടന്നതാൽ ഞാൻ തളരുകില്ല. അപ്പനെന്റെ കൂടെയുള്ളതാൽ ഞാൻ വീഴുകില്ല, അപ്പനെന്നെ താങ്ങി നടന്നതാൽ ഞാൻ തളരുകില്ല. അപ്പനെന്റെ കൂടെയുള്ളതാൽ ഞാൻ വീഴുകില്ല, അപ്പനെന്നെ താങ്ങി നടന്നതാൽ ഞാൻ തളരുകില്ല. അപ്പനെന്റെ കൂടെയുള്ളതാൽ ഞാൻ വീഴുകില്ല, അപ്പനെ